എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കട്ടി ചാറോട് കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു മത്തിക്കറിയാണ്. ചോറിന്റെ ഒപ്പം കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു അടിപൊളി മത്തിമുളകട്ടത്തിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ് കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ഞാനൊന്ന് ചതച്ചിട്ടെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി ചതച്ചിട്ടെടുത്താണ് കേട്ടോ. ഇത് രണ്ടും ചതച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതൊരു 15ഓളം ചെറിയുള്ളി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ചെറിയ സൈസിലുള്ള ചെറിയുള്ളിയാണ് 15ഓളം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ആ ഒരു ചെറിയുള്ളി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ടി വരണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ആ ഒരു ചെറിയുള്ളി. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ചെറിയുള്ളി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ലൊരു കളറിനും എരിവിനും വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും സാധാ എരിവുള്ള മുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി വളരെ കുറച്ചളവിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികൾ കരിഞ്ഞു പോവരുത്, തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു ചാറ് അത്യാവശ്യം നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ട് നമ്മൾ ചോപ്പറിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ മിക്സിയിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. പക്ഷേ മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം നമ്മൾ ഏറെ ഇളക്കി കൊടുക്കണം. ആ ഒരു തക്കാളിയുടെ ഒരു പച്ചച്ചോവ അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചോപ്പറിൽ അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പച്ചച്ചോവയൊക്കെ അങ്ങ് മാറി കിട്ടും തക്കാളിയുടെ. ഇതിൻ്റെ ഒരു ചാറ് അത്യാവശ്യം നല്ല കുറുകിയ ഒരു രീതിക്കും കിട്ടും നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ തക്കാളി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തക്കാളിയുടെ ഒരു പച്ചച്ചോവ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടെടുക്കണം കേട്ടോ. തക്കാളിയുടെ ഒരു പച്ചച്ചോവയൊക്കെ പൂർണ്ണമായി മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഏകദേശം ഒരു 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ഒരളവ്. അപ്പോൾ 1 കപ്പ് അളവിൽ വീണ്ടും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുണ്ടല്ലോ ഈ ഒരു വലിപ്പമുള്ള 2 കുടംപുള്ളി നല്ല പോലെ തന്നെ കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഇതുപോലെ കുടംപുള്ളി ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുടംപുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ചാറ് അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇത് കണ്ടില്ലേ ചാറ് ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് ഇതിലേക്ക് മത്തി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ അളവെന്ന് പറയുന്നത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള അളവാണ് കേട്ടോ 1/2 കിലോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മത്തി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. വലിയ മത്തിയാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു മത്തി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്ന് ചുറ്റിച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഞാനൊന്ന് ചുറ്റിച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും വേണമെങ്കിൽ മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇതിലിപ്പോൾ ഒരു എണ്ണയൊക്കെ കണ്ടില്ല, നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതിന് കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു നല്ല കട്ടി ചാറോട് കൂടിയിട്ടുള്ള മത്തി മുളകിട്ടത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കപ്പപ്പുഴുക്കിൻ്റെ ഒക്കെ കൂടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ മത്തിക്കറിയൊക്കെ ഉണ്ടാക്കുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.